നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമായിരുന്നു കാശ്മീരിലെ പഹൽഗാമിൽ നമ്മുടെ ആളുകളെ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വന്നവർ മതം നോക്കി, അതായത് ഉടുത്തിരിക്കുന്ന വസ്ത്രം അഴിച്ചു മാറ്റി അവർ മുസ്ലിമാണോ അല്ലയോ എന്ന് നോക്കി തിരഞ്ഞു പിടിച്ച് കൊന്ന ആ സംഭവം. അന്ന് മലയാളിയായിട്ടുള്ള ഒരു രാമചന്ദ്രൻ എന്ന വ്യക്തി കൂടി അന്ന് വധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ആ സംഭവം ദൃക്സാക്ഷിയാണ്. അവരതിനെപ്പറ്റിയൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. നമുക്കൊക്കെ ഒരുപാട് വിഷമമുണ്ടായ ഒരു സംഭവമാണ്. സങ്കടവും ദേഷ്യവും പകയും ഒക്കെ ഉണ്ടായ ഒരു സംഭവം തന്നെയാണ്. അന്ന് അത്തരം വാർത്തയ്ക്ക് കീഴെ ഒരു മലയാളി, ഒരുപക്ഷെ നിങ്ങളത് വിശ്വസിക്കില്ല, ഇത്രയും ഭീകരമായി ചിന്തിക്കുന്ന മലയാളികൾ നമ്മുടെ ഇടയിലുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. ഒരുപക്ഷെ നിങ്ങൾ ചിലരൊക്കെ അന്ന് തന്നെ അത് കണ്ടതായിരിക്കാം. ആ കമൻറ്റ് സൗദിയിലിരുന്ന് അവിടുത്തെ സുരക്ഷയിലാണ് അയാൾ ആ കമൻ്റ് ഇട്ടത്. ആ കമൻറ്റ് ഞാൻ ഒന്ന് വായിക്കാൻ കാണിച്ചു തരാം. അത് വർഗീയവാദി എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവനെയൊക്കെ കൊടും ഭീകരൻ എന്ന ആ ഗണത്തിൽ തന്നെയാണ് പെടുത്തേണ്ടത്. അയാളൊരു മലയാളിയാണ്, മുഹമ്മദ് സനൂഫ് എന്നാണ് അയാളുടെ പേര്. അതിലിട്ട കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും. മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ചു. ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു. വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. ആരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ആ ഒരു ദിവസം നിൻ്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും എന്നായിരുന്നു കമൻറ്റ്. നോക്കൂ, ആ കമൻറ്റ് സാധാരണ നമ്മൾ ഈ സുഡാപ്പികളെയും ജിഹാദികളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വർഗീയമായിട്ടുള്ള പരാമർശങ്ങളും മറ്റുമുണ്ട്. ഇതിനൊന്നും ആ ഗണത്തിൽപ്പെടുത്താനേ പറ്റില്ല. എത്രമാത്രം ഭീകരമായി ചിന്തിക്കുന്നു അവൻ്റെ മനസ്സ്. ഒരുപക്ഷെ അതിനെ ലോകത്തിൽ ഒരു നിയമം കൊണ്ടും ഒരു ശിക്ഷാവിധി കൊണ്ടും ഇവനെ പോലുള്ളവരെയൊന്നും നേരെയാക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം ആ രീതിയിലേക്ക് അത് മോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതും സൗദിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സ്വന്തം രാജ്യത്തിനെതിരെയാണ് പറയുന്നത്. അവനും ഈ നാട്ടുകാരനാണ്, ഈ മലയാളിയാണ് എന്ന് ഓർക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു വർഷത്തോളം ഈ സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അന്ന് തന്നെ ഈ കമൻറ്റ് അദീന ഭാരതി എന്ന യുവമോർച്ച നേതാവ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. ഈ തെളിവെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഈ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം വരെ മറന്നുപോയി. ഇവിടെ കുറേ കാലമായിട്ട് അങ്ങനെയാണല്ലോ നടക്കുന്നത്. സുഡാപ്പികൾക്കും ജിഹാദികൾക്കും എന്ത് തരവഴിയും പറയാം, പ്രധാനമന്ത്രിയെയും രാജ്യത്തിനെതിരെ എന്തും പറയാം. ആരും ഒന്നും ചെയ്യില്ല, ഒരു നിയമവും ഞങ്ങളെ തൊടില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഇവിടെയുള്ള ജിഹാദികൾ പോലും. അപ്പോൾ പിന്നെ സൗദിയിലിരുന്ന് പറയുന്നവൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. ഒരു വർഷത്തിന് ശേഷം കഴിഞ്ഞ രാത്രിയിൽ അവൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ പ്രതീക്ഷിക്കുക അവൻ്റെ വീട്ടുകാരും മറ്റും അവൻ്റെ സുഹൃത്തുക്കളും അവനെ കാത്ത് അല്ലെങ്കിൽ അവനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നായിരിക്കും. പക്ഷേ അവനെ സ്വീകരിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരം പരാതിക്കാരിയായിട്ടുള്ള അദീന ഭാരതിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ കുട്ടി തന്നെ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അവനെ പ്രാഥമിക ചോദ്യം ചെയ്യലിനും മറ്റുമായിട്ട് ലോക്കൽ പോലീസായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് അവനെ ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും അവൻ NIAയുടെയും മറ്റുമൊക്കെയുള്ള നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലും ചോദ്യം ചെയ്യലിനുമൊക്കെ അവൻ വിധേയനാകേണ്ടി വരും. കാരണം അവനിട്ട കമൻറ്റ് അതത്ര ലഘൂകരിച്ച് കാണാവുന്ന ഒരു കാര്യമല്ല. സൗദിയിൽ ഇരുന്നു കൊണ്ടാണ് അവൻ അത്രയും മോശപ്പെട്ട രീതിയിൽ, അതും രാമചന്ദ്രൻ എന്നൊരു വ്യക്തി മരിച്ചിട്ട് ആ കാര്യം അതിൻ്റെ ദൃക്സാക്ഷിയാകാൻ വേണ്ടി വന്ന മകൾ കൂടി ആ സംഭവത്തെപ്പറ്റി വിവരിക്കുന്ന ഒരു വാർത്തയ്ക്ക് താഴെ ഇട്ട കമൻറ്റാണ് ഇതെന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളൊന്നും ആയിരിക്കില്ല, എത്ര ആളുകൾ നമ്മുടെ ഇടയിൽ താമസിക്കുന്നുണ്ടോ എന്ന് ഓർക്കുക. ഇന്ത്യയിലായതുകൊണ്ട് മാത്രമായിരിക്കും പൊതിഞ്ഞു പിടിച്ചും ഒതുക്കത്തിലുമൊക്കെ മാത്രം അവർ പ്രതികരിക്കുന്നത്. ഇതിപ്പോൾ കാണൂ, സൗദിയിലായതുകൊണ്ടാണ് അവൻ്റെ ഉള്ളിലെ മുഴുവനും അവൻ പുറത്തേക്ക് തള്ളിയിട്ടത്. ഇവൻ്റെ കയ്യിലൊക്കെ മാരകായുധങ്ങളൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവൻ്റെ അയൽപ്പക്കക്കാരായിട്ടുള്ള കാഫിറുകൾക്ക് പോലും ഒരു രക്ഷയും കാണില്ല. കാരണം അവൻ കൃത്യമായിട്ടും അവൻ ആ കമൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നു കളഞ്ഞത്, നന്നായി എന്നാണ്. അപ്പോൾ അവൻ എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വിവരം അദീന ഭാരതിയെ അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ കമൻറ്റ് അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ ഇവിടുത്തെ പോലീസാണെങ്കിലും ശരി, അതിന് ദേശീയ അന്വേഷണ ഏജൻസികളാണെങ്കിലും ശരി, അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ ആ കേസ് അവർ കണക്കിലെടുത്തിരിക്കുന്നു എന്ന് വേണം കൂട്ടാൻ. ഇവനെ മാതൃകാപരമായ രീതിയിൽ തന്നെ ഇത്തരക്കാരെയൊന്നും പുറലോകം കാണിക്കാൻ പറ്റില്ല. കാരണം അവന് എത്ര മാപ്പ് പറഞ്ഞാലും എന്തൊക്കെ കടന്ന് ഈ മുട്ടിലിഴഞ്ഞ് മാപ്പ് പറഞ്ഞാൽ പോലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത തരത്തിലാണ് ആ കമൻറ്റിൻ്റെ ആ ഫോർമാറ്റ് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഭൂമിക്ക് ഭാരമാണ്, വെച്ചോണ്ടിരിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കേരളത്തിൽ അത് എത്രമാത്രം സാധ്യമാവുമെന്ന് എനിക്കറിയില്ല. UPയിലൊക്കെ ആയിരുന്നെങ്കിൽ ഇറങ്ങി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴി തന്നെ ഒരുപക്ഷെ പോലീസ് ജീപ്പ് മറിഞ്ഞെന്നോ അല്ലെങ്കിൽ പോലീസുകാരെ വെട്ടിച്ച് ഇവൻ ഓടാൻ പോയപ്പോൾ വെടി കിട്ടിയെന്നൊക്കെ ഉള്ള വാർത്തയായിരിക്കും അറിയുക. പക്ഷേ ഇവിടെ ഒരു നിയമമുണ്ടല്ലോ, ആ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോയി പറ്റിയ ശിക്ഷ അവന് കിട്ടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അങ്ങനെ കൊടുക്കണം. കാരണം ഈ കേരളത്തിൽ നിന്ന് പോലും വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റ് ഇടുന്നുണ്ട് ഈ രാജ്യത്തിനെതിരെ. അപ്പോഴാണ് സൗദിയിൽ ഇരുന്നുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ലെന്നും കുറേ കാലം കഴിയുമ്പോൾ ആളുകൾ ഇത് മറന്നു പോകുമെന്നുള്ള ധാരണയിൽ ഇത്രയും ഭീകരമായ രീതിയിലൊരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് കൂടി
ഒരു മാതൃകയാവണം. ആ തരത്തിൽ വേണം ഇവനെ ശിക്ഷിക്കാൻ. ജീവിത അവസാനം വരെ ജയിലിൽ കിടന്നാലും ഒരുത്തരും അവന് വേണ്ടിയിട്ട് ഒരു ശബ്ദം പോലും ഉയർത്താൻ പറ്റാത്ത തരത്തിൽ എല്ലാവർക്കും മാതൃകയായിട്ട് വേണം ഇവനെയൊക്കെ ആട്ടാപ്പടലം പൂട്ടാൻ.